ഒരു വരയുടെ രണ്ടറ്റത്തുള്ള സൂചക സംഖ്യകളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ വരയുടെ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. 2, 3-ൽ നിന്ന് 8, 5-ലേക്കുള്ള അകലത്തിൻ്റെ പകുതി ദൂരെയുള്ള ബിന്ദുവാണ് കാണേണ്ടത്. 2, 3-ൽ നിന്ന് ഈ സ്ഥാനത്തെത്തുമ്പോൾ എക്സ് സൂചക സംഖ്യയിലും വൈ സൂചക സംഖ്യയിലും ഉണ്ടാകുന്ന മാറ്റം കണ്ടുപിടിച്ചാൽ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യകളായി. ഈ മാറ്റങ്ങൾ എയും ബിയും ആണെന്ന് കരുതുക. അപ്പോൾ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ 2 + a 3 + b ആയിരിക്കുമല്ലോ. 2, 3-ൽ നിന്ന് 8, 5-ലേക്ക് എത്തുമ്പോൾ സൂചക സംഖ്യകളിൽ ഉണ്ടാവുന്ന മാറ്റവും ത്രികോണം വരച്ച് കാണിക്കാമല്ലോ. ചിത്രത്തിലെ വലിയ മട്ടത്രികോണത്തിനും അതിനുള്ളിലെ ചെറിയ മട്ടത്രികോണത്തിനും ഒരേ കോണുകളാണല്ലോ. അതിനാൽ അവയുടെ വശങ്ങളുടെ നീളം മാറുന്നത് ഒരേ തോതിലായിരിക്കുമല്ലോ. ചെറിയ ത്രികോണത്തിൻ്റെ കർണം വലിയ ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ ലംബവശങ്ങളുടെ നീളങ്ങളും വലുതിൻ്റെ പകുതി തന്നെ ആയിരിക്കുമല്ലോ. അതിനാൽ a 3-ഉം b 1-ഉം ആയിരിക്കുമല്ലോ. അപ്പോൾ മധ്യബിന്ദു 5, 4 ആണല്ലോ. ഇനി വര ഇങ്ങനെയായാലോ. 3, 4-ൽ നിന്ന് 7, 1-ലേക്ക് എത്തുമ്പോൾ എക്സ് സൂചക സംഖ്യ 4 കൂടുകയും വൈ സൂചക സംഖ്യ 3 കുറയുകയുമാണ് ചെയ്യുന്നത്. എങ്കിൽ മധ്യബിന്ദുവിലെത്താൻ എക്സ് സൂചക സംഖ്യ 2 കൂടുകയും വൈ സൂചക സംഖ്യ 1, 1/2 കുറയുകയുമാണല്ലോ ചെയ്യേണ്ടത്. അതിനാൽ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ 5, 2, 1/2 ആണെന്ന് കാണാമല്ലോ. രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ x1, y1, x2, y2 എന്നിവ ആയാൽ അവ യോജിപ്പിച്ച് കിട്ടുന്ന വരയുടെ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എന്തായിരിക്കും?